Hi friends, Mr. Randa പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. GoPro Hero 9 ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇപ്പോൾ കറൻ്റ്ലി സെയിൽ നടക്കുന്ന സമയത്താണ് ഞാൻ ഇത് മേടിച്ചത്. 39,999 രൂപയാണ് സെയിൽ നടക്കുന്ന സമയത്തുള്ള വില. SBI ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്തുകൊണ്ട് എനിക്ക് 38,500 സാധനം കിട്ടി. ഞാൻ നോ കോസ്റ്റ് EMI 12 മാസം എടുത്തു. അതുകൊണ്ടാണ് SBI കാർഡ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാറുള്ളൂ. അത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത് എനിക്ക് 38,000 രൂപയ്ക്ക് സാധനം കിട്ടിയത്. കാരണം 2,000 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് വന്നെ. അത് ഫുൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ മാത്രമേ ആ ഓഫർ അപ്ലിക്കബിൾ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ SBI കാർഡ് യൂസ് ചെയ്ത് നോ കോസ്റ്റ് EMIയിലേക്ക് ആക്കിയത്. എനിക്ക് തോന്നുന്നു സെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ 44,000 രൂപയിലേക്ക് ഫ്ലിപ്കാർട്ടിൽ വിലയാവും. അപ്പോൾ അതിലും ബെറ്റർ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുണ്ടാവും. ആമസോണിൽ ഇപ്പോൾ കറൻ്റ് ഒരു സെയിലും ഇല്ലെങ്കിലും 40,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആമസോൺ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഈ അൺബോക്സിംഗ് ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനും കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ആമസോണിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആമസോൺ ICICI കാർഡ് ഉപയോഗിച്ച് ഫുൾ പേയ്മെൻ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2,000 രൂപ തിരിച്ച് ആമസോൺ പേ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് ആ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് GoPro പുറത്തെടുക്കാം, എന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അവൻ എൻ്റെ കാർഡ് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്തു. ഇതിപ്പോൾ തിരിച്ചെനിക്ക് നാട്ടിലേക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കണം അവന് ഇത് അൺബോക്സ് ചെയ്തതിന് ശേഷം. അപ്പോൾ അവനൊരു ബിഗ് താങ്ക്സ്. എൻ്റെ ഓൾറെഡി ഒരു GoPro ഉണ്ട്. GoPro 7 ആണത്. അപ്പോൾ GoPro 7നേക്കാളും കുറച്ചുകൂടി ബെറ്റർ, എല്ലാം കൊണ്ടും ബെറ്റർ എന്ന രീതിയിലാണ് ഈ ഒരു GoPro 9 ഞാൻ അവനെ കൊണ്ട് എടുപ്പിച്ചത്. കാരണം കുറച്ചുകൂടി ബെറ്റർ ബാറ്ററി ബാക്കപ്പ്, അങ്ങനത്തെ കുറേ പുതിയ ഫീച്ചേഴ്സും ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കി നോക്കാം. ഇതാണ് സാധനം. അപ്പോൾ ഇതാണ് മെയിൻ പാക്കേജിങ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു പൗച്ചിലായിട്ടാണ് മൊത്തം സാധനങ്ങൾ വരുന്നത്. മുമ്പത്തെ മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ ക്യാമറ തനിയായിട്ട് ബാക്കി ആക്സസറീസ് ആയിട്ടാണ് വരുന്നത്. പൗച്ചൊന്നും കിട്ടില്ലായിരുന്നു. പൗച്ച് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തനിയായിട്ട് വാങ്ങണമായിരുന്നു. ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ കൊടുത്തേക്കുന്നത് Hero 9 ബ്ലാക്ക് എന്ന് വലുത് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇതിലെ മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 20 മെഗാപിക്സലിൽ ഫോട്ടോസ് എടുക്കാം, 5K വീഡിയോ റെക്കോർഡിങ് ഞാൻ പറഞ്ഞ പോലെ. പിന്നെ അണ്ടർ വാട്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ വോയിസ് കൺട്രോൾ എനേബിൾഡ് ആണ്. 8x വരെ സ്ലോ മോഷൻ എടുക്കാൻ പറ്റും. അതായത് 240 FPS ഷൂട്ട് ചെയ്യാം. പിന്നെ ഡാറ്റ ഓവർലേസ്, ടൈം വാർപ്പ് 3.0. ഇതിന് മുമ്പത്തെ വേർഷനിൽ ടൈം വാർപ്പ് 2.0 ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഓരോ വീഡിയോ സാമ്പിൾസ് കാണിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഡിഫറൻസസ് എന്നുള്ളത്. ലൈവ് സ്ട്രീമിംഗ്, HDR ഫോട്ടോ, റോ ഫോട്ടോ ഉണ്ട്, വെബ് ക്യാം മോഡ് അവൈലബിൾ ആണ്. പിന്നെ ടച്ച് സ്ക്രീനാണ്. ബാക്കിൽ ഇതിൻ്റെ ഇമ്പോർട്ട് ഡീറ്റെയിൽസും പ്രൈസും പിന്നെ 1 ഇയർ എക്സ്റ്റെൻഡഡ് വാറണ്ടി ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ തന്നെ സജസ്റ്റ് ചെയ്തത് അവനോട് എടുക്കാൻ പറഞ്ഞിട്ട്. കാരണം കുറച്ചുകൂടി ബെറ്റർ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, കുറച്ചുകൂടി ബെറ്റർ ക്യാമറയാണ്. പ്രൈസ് ചെറിയ ഡിഫറൻസ് കൂടുതലാണ്. പിന്നെ ഇതിലുള്ള കണ്ടൻസ് ആണ് ഇതിൽ എഴുതി വെച്ചേക്കുന്നത്. ഇതിൽ ക്യാമറ, ബാറ്ററി, പിന്നെ ഒരു മൗണ്ട് ചെയ്യാനുള്ളത്, പിന്നെ ഒരു മാഗ്നറ്റിക് സ്ട്രാപ്പ് ഉണ്ട്, ഡാറ്റ കേബിൾ, പൗച്ച്. മൈക്രോ SD കാർഡ് ഇല്ല, അത് നമ്മൾ തനിയായിട്ട് വാങ്ങണം. ആദ്യം നമുക്ക് കിട്ടുന്ന കാർഡ് 1 ഇയർ എക്സ്റ്റൻഡ് വാറണ്ടിയുടെ കാർഡാണ്. അതായത് സാധാരണ ഒരു GoPro വാങ്ങുമ്പോൾ 1 ഇയർ കമ്പനി വാറണ്ടി ഉണ്ടാവും. അതല്ലാതെ 1 വർഷം കൂടി എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടുന്നുണ്ട്. ഇതിന് തൊട്ട് പിന്നിലുള്ള കാർഡ് ഒരു ഓഫർ കാർഡാണ്. അതായത് ട്രിലോഫിലിയ എന്നൊരു വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ അവരുടെ ഏതെങ്കിലും പാക്കേജസ് ബുക്ക് ചെയ്യുമ്പോൾ 25% വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അതായത് GoProയുടെ പാസ്പോർട്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഇതിൽ വിടുന്നതാണത്. ട്രിലോഫിലിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പും ഉണ്ട്, അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് ബഞ്ചി ജമ്പിങ്, അതേപോലെ സ്കൂബ ഡൈവിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ GoPro വാങ്ങിയോണ്ട് നമുക്ക് 25% വരെ ഡിസ്കൗണ്ട് കിട്ടും ഇവരുടെ ഈ ഒരു പ്രോഗ്രാം ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെയും ഈ ഒരു വെബ്സൈറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പണ്ടത്തെ പാക്കേജിങ് തന്നെ പ്ലാസ്റ്റിക് കേസിലൊക്കെ ഇതാക്കിയിട്ട് വരും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പാക്കേജിങ് രീതിയാണ് കൊടുത്തേക്കുന്നത്. എന്താ നമുക്ക് ഇതൊക്കെ മാറ്റി വയ്ക്കാം. ഇതാണ് പാക്കേജിങ്. കേസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാ ഇതിലുള്ളത് ഓപ്പൺ ചെയ്ത പാടെ തന്നെ ക്യാമറ ഏറ്റവും ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് നന്നായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു USB-C ടൈപ്പ് ഡാറ്റ കേബിൾ ഉണ്ട്, ബാറ്ററി, പിന്നെ ഒരു മൗണ്ടാണ്. നമുക്ക് വണ്ടിയുടെ മുകളിലോ ഹെൽമെറ്റിൻ്റെ മുകളിലോ സ്റ്റിക്ക് ചെയ്തിട്ട് GoPro ഇതിൽ ഫിറ്റ് ചെയ്യാം. അത് സ്ക്രൂ ചെയ്യാനുള്ള ഇത്. പിന്നെ ഇത് അതായത് ഈ മൗണ്ടിലാണ് ഇത് ഈ GoPro മൗണ്ട് ചെയ്തിട്ട് ഇതിലേക്ക് ക്ലാമ്പ് ചെയ്ത് വെക്കുന്നത്. കറക്റ്റ് ഫിറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കളയാതിരിക്കുക. ഇത് പ്ലാസ്റ്റിക് അല്ല, പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്, റീസൈക്കിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബാക്കി ഡീറ്റെയിൽസ് നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ടു GoPro, ഇവരുടെ തന്നെ അൺലിമിറ്റഡ് ക്ലൗഡ് സ്റ്റോറേജ്, പിന്നെ അങ്ങനത്തെ കുറേ ആക്സസറീസിൻ്റെ കൂപ്പൺ കോഡൊക്കെ കിട്ടുന്നതാണ് ഈ ഒരു ഇത് വെച്ച് യൂസ് ചെയ്തിട്ട്. പിന്നെ GoPro എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിലെങ്ങനെയാണ് ബാറ്ററി ഫിറ്റ് ചെയ്യേണ്ടത്, ചാർജ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ബട്ടൺസ് ഉള്ള അതിൻ്റെ ഒരു സ്മോൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണിത്. സ്റ്റിക്കേഴ്സും ഇതിൽ തന്നെയാണ് GoProയുടെ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യണമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഒരു ആപ്പിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സാധാരണ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനുള്ള ബുക്ക്ലെറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്. നമുക്കിനി ഇത് ക്യാമറ ഓൺ ആക്കിയിട്ട് യൂസ് ചെയ്തൊക്കെ വേണ്ടത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റിക്കാം. കുറച്ച് ഹെവിയാണ് ഇതിന്. ഞാൻ യൂസ് ചെയ്യുന്ന GoPro 7 ആണ്.
അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വലിപ്പം കൂടുതലും ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് വെയിറ്റും കൂടുതലാണ്. വലിയ സ്ക്രീനാണ് എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ GoPro 7 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെൻ്റെ GoPro 7ൻ്റെ കേസും അതൊക്കെയാണ്. അത് വെച്ച് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഇതെൻ്റെ മൊത്തം അതൊക്കെ തനിയായിട്ട് ഞാൻ വാങ്ങി കേട്ടോ, GoPro 7ൻ്റെ ആക്സസറീസ്. നിങ്ങളെൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതിപ്പോൾ മൊത്തം ഇതൊക്കെ തന്നെ വാങ്ങിയത്. ആകെപ്പാടെ GoProയുടെ കൂടെ കിട്ടുന്നത് ഇതും പിന്നെ ഇതേപോലത്തെ സെയിം മൗണ്ട് 2 ബാറ്ററി കിട്ടി. അപ്പോൾ ഇത് GoPro ഫിറ്റ് ചെയ്യണത് ഈ മൗണ്ടിലാണ്. ഇപ്പോൾ ഈ ആക്സസറീസൊക്കെ ഇതിലും ഫിറ്റ് ആവും, അത് കാരണം കുഴപ്പമില്ല. ഇത് GoPro 7 ആണ്, ഇത് GoPro 9. ഇപ്പോൾ വലുപ്പ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതേപോലെ തിക്നെസ് ഏതാണ്ട് സെയിം തന്നെയാണ്, പക്ഷേ വലുപ്പമുണ്ട്, ഹൈറ്റ് വൈസ് ഡിഫറൻസ് ഉണ്ട്, മൊത്തത്തിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇതിൽ കണ്ടില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ, ഇത് കളർഫുൾ സ്ക്രീൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ കിടക്കാം. അപ്പോൾ നമുക്ക് ഇനി ബാറ്ററി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ബാറ്ററിയുടെ ഇത് ഈ സൈഡിലാണ് വരുന്നത്. താഴത്തേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ ലാച്ച് ഓപ്പൺ ആവുന്നതാണ്. ഇതാ ബാറ്ററിയുടെ കമ്പാർട്ട്മെൻറ്റ്. ഇതിൽ തന്നെയാണ് മൈക്രോ SD കാർഡ് എന്തും ചാർജ് ചെയ്യാൻ കുത്തുന്നതും ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ്. ഇത് എനിക്കൊരു ഡ്രോബാക്ക് പോലെയെന്ന് തോന്നിയിട്ടുണ്ട് ഈ ഒരു മോഡലിൽ. കാരണം GoPro Hero 7 നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി മൈക്രോ SD കാർഡും ഈ ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ചാർജൊക്കെ ചെയ്യാൻ വരുന്ന പോർട്ട് വരുന്നത് തനിയാണ്. അതായത് ഡയറക്റ്റായിട്ട് HDMI കേബിൾ കുത്താം. പിന്നെ ഈ ചാർജിങ് പോർട്ട് ഇവിടെയാണ്. അപ്പോൾ ഈ ഡോർ മാത്രം ഊരിയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ചാർജ് ചെയ്യാം. ഇതിനാകുമ്പോൾ ബാറ്ററി എക്സ്പോസ്ഡ് ആണ്, അതേപോലെ തന്നെ മൈക്രോ SD കാർഡ് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡിലാണ് മോഡ് ബട്ടൺസ് വരുന്നത്. ഓൺ ചെയ്യാനുള്ള ബട്ടൺ തന്നെയാണ്, ഓൺ ആക്കാനുള്ളത്. നമുക്കിത് ഓൺ ആക്കി വെക്കാം. ചാർജ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് ആപ്പായിട്ട് കണക്ട് ചെയ്യേണ്ട ബേസിക് സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്, ഡേറ്റും ടൈം ഫോർമാറ്റൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്പ്ലേ ഉണ്ട്. ഇതിൽ ആകപ്പാടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ മാത്രമാണ്. ബാക്കിൽ മാത്രമാണ് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉള്ളത്. ഇതിൽ ഫ്രണ്ടിൽ ഏത് ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യണമെന്ന് മാത്രമേ ഇതിൽ കാണിക്കത്തുള്ളൂ, എത്ര ടൈം റെക്കോർഡ് ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ നമുക്ക് വ്ളോഗിങ്ങിനൊക്കെ ഒരു ബെറ്റർ സെറ്റപ്പ് ഈ ഒരു ക്യാമറയ്ക്കാണ്. അപ്പോൾ എത്രത്തോളം ഇതിൽ പെടുന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാൻ പറ്റുന്നത്. ഏത് ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. 1080p 60 ഫ്രെയിംസിൽ വൈഡ് ആംഗിളാണ് യൂസ് ചെയ്യുന്നത്. ബാറ്ററി എത്ര % മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല, ബാറ്ററി കുറവാണ്. അപ്പോൾ അധികം നേരം നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ചാർജ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഫുട്ടേജ് കാണിച്ചു തരാം. അപ്പോൾ സ്പെസിഫിക്കേഷൻ വൈസ് വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ GoPro 7 ആയിട്ട് കമ്പയർ ചെയ്യുന്നതിൽ കയ്യിലുള്ളത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് നമുക്ക് പിന്നീട് ചെയ്യാം. ഇതായിട്ടുള്ള കമ്പാരിസൺ. ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള 8 വെച്ചിട്ടുള്ള കമ്പാരിസൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ 8 ഇല്ല. പക്ഷേ അത് വെച്ചിട്ട് വെബ്സൈറ്റിലുള്ള ഇത് നോക്കിയിട്ട് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം, കാരണം ഡിഫറൻസ് എന്തൊക്കെയാണ്. 8ഉം 9ഉം തമ്മിലുള്ള മേജർ ഡിഫറൻസിൽ ഒന്നെന്ന് പറയുന്നത് സൈസ്, അതേപോലെ ബാറ്ററി വ്യത്യാസത്തിലാണ്. ഹീറോ 8ൽ യൂസ് ചെയ്തേക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് വെറും 1220 mAh ബാറ്ററിയാണ്. ഏകദേശം ഒരു മണിക്കൂർ 15 മിനിറ്റാണ് 1080pയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഫുൾ ബാറ്ററിയിൽ. ഇതിൽ 1 മണിക്കൂർ 41 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഈ ഫുൾ ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും മേജർ ഡിഫറൻസും എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നു, ഇത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഇതിൽ മാക്സ് ലെൻസ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് ലെൻസ് വരുന്നുണ്ട്. അതായത് ഏറ്റവും മാക്സിമം ഫീൽഡ് ഓഫ് വ്യൂവിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലെൻസ് വാങ്ങിയിട്ട് വെക്കാവുന്നതാണ്. അത് അഡീഷണലി പർച്ചേസ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ ഹീറോ 8 ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4K 5K വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഹീറോ 9ൽ 5K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഹാർഡ്വെയറിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയത്. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് 23 മെഗാപിക്സലിൻ്റെ ക്യാമറ സെൻസറാണ്. അപ്പോൾ 20 മെഗാപിക്സലിൽ ഫോട്ടോസും 14.7 മെഗാപിക്സലിൽ വീഡിയോയും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യത്തിൽ ബോഡി വൈസ് ഏതാണ്ട് സെയിം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സെയിം രീതി തന്നെയാണ് ഹീറോ 8 വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു നല്ല കാര്യമാണ്, ഈ ഒരു ഭാഗം പൊട്ടി കഴിഞ്ഞാൽ ഇത് ഊരാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് എന്തെങ്കിലും ബ്രേക്കേജ് ആവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിയിട്ട് വേറെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. സ്ക്രൂ മൗണ്ട്സ് ആണ്. ഇതല്ലാതെ സോഫ്റ്റ്വെയർ വൈസ് വേറെ ഡിഫറൻസ് വരുത്തിയേക്കുന്നത്, ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഹൈപ്പർ സ്മൂത്ത് 3.0 ആണ്. ഹീറോ 8ൽ ഹൈപ്പർ സ്മൂത്ത് 2.0 ആണ്. അപ്പോൾ അത് രണ്ടും വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ബെറ്റർ സ്റ്റെബിലിറ്റി ഉണ്ട് ആക്ഷൻ ഫുട്ടേജ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ. അതല്ലാതെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ടൈം വാർപ്പ് 3.0 ആണ്. അത് ഇതിൻ്റെ പ്രീവിയസ് വേർഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ടൈം ലാപ്സ് വീഡിയോസ് പോലത്തെ ഒക്കെ ഷൂട്ട് ചെയ്യാം. അതിൻ്റെ ഇടയിൽ നമുക്ക് അപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് ടൈം വാർപ്പിൽ. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെയുള്ളൊരു മേജർ സോഫ്റ്റ്വെയർ വൈസ് ഡിഫറൻസ് വരുത്തിയേക്കുന്നത്, ഇവർ ഹിൻഡ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടി ഈ ഒരു ക്യാമറയിൽ എനേബിൾഡ് ആയിട്ടുണ്ട്. അതായത് പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു മൊമെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാമറ എടുത്ത് ഓണായി വരുമ്പോഴേക്കും ആ ഒരു മൊമെൻറ്റ് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഹിൻസൈറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ 30 സെക്കൻഡ് ഇവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ ക്യാമറ എപ്പോഴും എന്തെങ്കിലും ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ബാറ്ററി ഉണ്ടെങ്കിൽ. അപ്പോൾ അതേപോലെ തന്നെ ബാറ്ററി ഡ്രെയിൻ ആവാനും ഇതൊരു കാരണമാണ്.
അതേപോലെ തന്നെ ഇതിന് മുമ്പത്തെ ഹീറോ 8 ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സാധനമാണ് ലൈവ് ബേസ്റ്റ്. അതായത് 1.5 സെക്കൻഡ് ബിഫോർ നമ്മൾ ഷൂട്ട് ചെയ്യണതിൻ്റെ മുമ്പത്തെയും ഷൂട്ട് ചെയ്തതിന് ശേഷമുള്ള ഫൂട്ടേജ് ഇതിൽ റെക്കോർഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ക്രോപ്പ് കുറച്ചുകൂടി എക്സ്ട്രാ വേണമെങ്കിൽ അതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതല്ലാതെ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നത് ഷെഡ്യൂൾഡ് ക്യാപ്ചർ എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. അതായത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം, ക്യാമറ എപ്പോഴും ഓൺ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവണമെന്ന്. അതായത് ഇപ്പോൾ ഒരു സൺറൈസ് അതിരാവിലെ ഷൂട്ട് ചെയ്യണമെങ്കിൽ, ടൈം ലാപ്സ് പോലെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. എങ്ങനെ ഇന്ന ടൈമിൽ ക്യാമറ ഓൺ ആയിട്ട് ഇത് റെക്കോർഡ് ആയിട്ട് ഇത് ഓഫായി പോകണം. അപ്പോൾ നമ്മൾ എണീക്കണമെന്ന് കൂടി നിർബന്ധമില്ല. ക്യാമറ തലേ ദിവസം രാത്രി സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തിട്ട് ഉറങ്ങി കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായി റെക്കോർഡ് ആകും. പിന്നെയുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ക്യാപ്ചർ. നമുക്കൊരു ടൈം ലിമിറ്റ് വയ്ക്കാം, ഇത്ര നേരത്തേക്ക് ടൈം ലാപ്സ് ക്യാപ്ചർ ചെയ്യണം, ടൈം വാർപ്പ് ക്യാപ്ചർ ചെയ്യണം, അല്ലെങ്കിൽ വണ്ടർ മുകളിലാണോ അല്ലെങ്കിൽ ഹെൽമെറ്റിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇത്ര ഡ്യൂറേഷൻ വരെയുള്ള ഫൂട്ടേഴ്സ് ക്യാപ്ചർ ചെയ്യണം എന്നൊക്കെ നമുക്ക് ഈ ഒരു GoProയിൽ നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 1080p 60 fps വൈഡ് ആംഗിളാണ് ഷൂട്ട് ചെയ്യുന്നത്. കയ്യിൽ വെറുതെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും ലൈറ്റൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് ഇപ്പോൾ എൻ്റെ സ്റ്റുഡിയോ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 2 ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നല്ല ലൈറ്റ് ഉണ്ട്. നമുക്ക് ഇനി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ നോർമൽ ലൈറ്റിലാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എത്രത്തോളം ലോ ലൈറ്റിൽ ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ലൈറ്റ് ഓഫ് ആക്കി, മറ്റേ ലൈറ്റ് ഓഫ് ആക്കി. ഇപ്പോൾ ബാക്കിലെ ഇത് മാത്രമല്ല, ഇപ്പോൾ നോർമൽ ട്യൂബ് ലൈറ്റിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലോ ലൈറ്റിൽ പെർഫോമൻസ് കുഴപ്പമില്ല ഇതിൽ കാണുമ്പോൾ. ഇത് കമ്പ്യൂട്ടറിൽ കാണുമ്പോൾ മാത്രമേ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് കൂടെ നടന്നു പോകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുൾ HD 60 fps ഷൂട്ട് ചെയ്യണത്. സ്റ്റാൻഡേർഡാണ്. പിന്നെ നാരോ മോഡിലാണ് ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതല്ലാതെ ലീനിയർ ഉണ്ട്, വൈഡ് ഉണ്ട്, സൂപ്പർ വൈഡ് ഉണ്ട്. നമുക്ക് ഓരോ മോഡ് മാറ്റി നോക്കി നോക്കാം. ഇപ്പോൾ ഞാൻ സെയിം സാധനം തന്നെ വൈഡ് ആംഗിൾ ഇട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും കൈയിൻ്റെ ഭാഗം വിസിബിളായിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടി വൈഡറായിട്ടുള്ള ഫ്രെയിം കിട്ടുന്നുണ്ട്. അപ്പോൾ കേൾക്കുന്നത് മുഴുവൻ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മൈക്ക് ഉപയോഗിച്ചാണ്. വേറെ എക്സ്റ്റേണൽ ഓഡിയോ മൈക്കൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഏറ്റവും സൂപ്പർ വ്യൂ മോഡിലേക്ക് ഇടാം. ഇതല്ലാണ്ട് അതിൽ കൂടുതൽ ഇടാൻ പറ്റും. അതിൻ്റെ ലെൻസ് വേറെ സെപ്പറേറ്റ് വാങ്ങിയിട്ട് ഇത് മാറ്റിയിട്ട് മോഡ് ലെൻസ് ഫിറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ സൂപ്പർ വ്യൂ മോഡലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ വൈഡ് ആംഗിളിൽ സാധനം ക്യാപ്ചർ ആവുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഏകദേശം ഞാൻ ചെറിയൊരു ട്രൈപോഡിലാണ് ഈ ക്യാമറ ഫിറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് എൻ്റെ കയ്യിൻ്റെ അറ്റം വരെ ഏകദേശം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലും വൈഡായിട്ടുള്ള ഷോട്ട്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ലെൻസ് മാറ്റിയിട്ട് മോഡ് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ 9ൽ മാത്രമേ ഇപ്പോൾ കറണ്ട് മോഡ് ലെൻസ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്. 8ൽ പറ്റത്തില്ല. കാരണം അതിലെ ക്യാമറ ലെൻസിന് എന്ത് പറ്റിയാൽ പോലും ബോഡി അടക്കം മാറേണ്ടി വരും. ഹീറോ 9ലാണെങ്കിൽ നമുക്ക് ലെൻസ് മാറ്റിയിട്ട് വേറെ ലെൻസ് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ആ ലെൻസ് മാറ്റിയിട്ട് മോഡ് ലെൻസ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി വൈഡായിട്ടുള്ള ആംഗിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ വൈഡ് ആംഗിളിലേക്ക് മാറ്റിയിട്ടുണ്ട് തിരിച്ച്. ഇനി നമുക്ക് സ്റ്റെബിലൈസേഷൻ എത്രത്തോളം അടിപൊളിയാണെന്ന് നോക്കി നോക്കാം. ഞാനൊന്ന് ഓടി നോക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ മാത്രമേ കുലുങ്ങുന്നുള്ളൂ. ഫ്രെയിം അതേപോലെ നിൽക്കണ പോലെ എനിക്ക് തോന്നുന്നത്. മാക്സിമം നന്നായിട്ട് ഞാൻ അപ്പോൾ മാക്സിമം നന്നായിട്ട് സ്റ്റെബിലൈസ് ആയിട്ടുണ്ടെന്ന് എനിക്കിതിൽ കാണുമ്പോൾ തോന്നുന്നത്. ഇതെങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ വീഡിയോയിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ടൈം വാർപ്പ് എന്ന് പറഞ്ഞ ഒരു ഇതിലാണ്. അപ്പോൾ ടൈം വാർപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നേരം നിങ്ങൾ ടൈം ലാപ്സ് പോലെ ഒരു സാധനം കണ്ടു. അതിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് സംസാരിക്കാൻ പറ്റും. എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ടൈം ലാപ്സ് പോലെ ബാക്കി ഷൂട്ട് ചെയ്യണതാവും. അപ്പോൾ ടൈം ലാപ്സിൽ നമുക്ക് വോയിസ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഈ സംസാരിക്കണ പോലെ. പക്ഷേ ടൈം വാർപ്പിൽ അതൊക്കെ പോസിബിളാണ്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ സ്റ്റെപ്സ് 4 നില കയറിയതാണ്. ഒരു ടൈം ലാപ്സ് പോലെ കണ്ടത്. ക്ഷീണിച്ച്. ഇപ്പോൾ നമ്മൾ നോർമലായി ഷൂട്ട് ചെയ്യുമ്പോൾ ലോ ലൈറ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ? GoPro ലോ ലൈറ്റിന് പറ്റിയ ഒരു ക്യാമറയല്ല. നോർമലി പോയിട്ട് ടെറസിൻ്റെ മുകളിലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിലാണുള്ളത്. ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. അത് എത്രത്തോളം ഈ ഒരു ഓഡിയോയിൽ ക്യാപ്ചർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വർത്തമാനം പറയുന്നത് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. അത് എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ഇതെങ്ങനെയാണോ അതേപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി ഹൊറൈസൺ ലോക്ക് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഇത് GoPro മാക്സിലാണ് ഹൊറൈസൺ ലോക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ ഉള്ളത്. ഇതിൽ സ്മൂത്ത് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിമ്പിൾ റെക്കോർഡ് ചെയ്യേണ്ട സമയത്ത് ഇത് ഓണാക്കി കഴിഞ്ഞാൽ ബൂസ്റ്റ് ഓൺ എന്ന് കാണിക്കും. ഇനി നമ്മൾ ക്യാമറ ഇട്ടിട്ട് വല്ലാണ്ട് അളക്കിയാൽ പോലും
ഷെയ്ക്ക് ആവില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫുട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് ഞാൻ, എന്നിട്ട് പോലും വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ക്ക് മാത്രമേ ഇതിലേക്ക് ആവുന്നുള്ളൂ. ഇപ്പോൾ ഹൊറൈസൺ ലോക്ക് എന്ന് പറഞ്ഞത് ഗോപ്രോയിൽ എടുക്കുകയാണെങ്കിൽ ക്യാമറ വട്ടം തിരിച്ചാലും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഇതിലുള്ളത് കുറച്ച് സോഫ്റ്റ്വെയർസ് എനേബിൾ ചെയ്തിട്ടുണ്ട് ഇവർ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ക്യാമറ നന്നായിട്ട് ഇളക്കുന്നുണ്ട് എത്രത്തോളം, എന്നിട്ട് പോലും ഫുട്ടേജ് അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് ആണ്. ഫുട്ടേജ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 5K ഷൂട്ട് ചെയ്ത ഫുട്ടേജാണ്. ഫുൾ HD വീഡിയോയിൽ ഇത് എത്രത്തോളം ക്വാളിറ്റിയിൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഇത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 200% സൂമിലാണ് അത് സാധാ ഫുട്ടേജിൻ്റെ ഇതിൽ, എന്നിട്ട് പോലും ക്വാളിറ്റി ലോസ് ഇല്ല. ഇനി നമുക്ക് 400% സൂമിൽ നോക്കി നോക്കാം. 400-ലാക്കിയപ്പോൾ ചെറിയ ക്വാളിറ്റി ലോസ് ഉണ്ട്. അപ്പോൾ ഈ ചെറിയൊരു ലോസ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം ഫുൾ HDയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഫുട്ടേജ് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5Kയിൽ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ അത്യാവശ്യം സൂം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴും ക്വാളിറ്റി ലോസ് ഇല്ലാതെ നമുക്ക് നല്ല ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാ ഫുട്ടേജും കണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി GoPro 9 ഷൂട്ട് ചെയ്തതാണ്. അതിൻ്റെ ഇൻബിൽഡ് മൈക്ക് വെച്ചിട്ട്, വേറെ മൈക്ക് ഒന്നും എക്സ്റ്റേണൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഒരു എഡിറ്റിംഗ് നടത്തിയിട്ടില്ല, കളർ കറക്ഷൻ പോലും ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഫുട്ടേജാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇൻഡോറിന് GoPro ക്യാമറാസ് എല്ലാതും എന്താ പറയുക, അത്രയും അടിപൊളിയല്ല യൂസ് ചെയ്യാനായിട്ട്. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഓക്കെ, ചുമ്മാ നടന്ന് യൂസ് ചെയ്യാനൊക്കെ ലോ ലൈറ്റ് കണ്ടീഷൻസിലൊക്കെ GoPro ക്യാമറ അത്രയും ബെസ്റ്റ് ക്യാമറയൊന്നുമല്ല. ഓക്കെ ക്യാമറാസാണ്, പക്ഷേ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് ആക്ഷന് ഏറ്റവും ബെസ്റ്റ് ക്യാമറകളാണ് GoPro. അത് ഏത് സീരീസ് എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. കാരണം 7ഓ 8ഓ 9ഓ അതായത് ഏതെടുത്താലും സൂപ്പറാണ്. പക്ഷേ ഓരോ പ്രാവശ്യം പുതിയത് ഇറക്കുമ്പോഴും അവർ പുതിയ ഫീച്ചേഴ്സും പുതിയ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ്സും വരുത്തുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ Hero 8 നിന്ന് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് Hero 9 തോന്നിയ ഫീച്ചേഴ്സിലൊന്ന് എന്ന് പറയുന്നത് ഈ ലെൻസ് മാറ്റാൻ പറ്റും, അതൊന്ന്. പിന്നെ ടൈം വാർപ്പ് 3.0, പിന്നെ ഹൈപ്പർ സ്മൂത്ത് 3.0 കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഫുട്ടേജാണ്. അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചറിലൊന്നാണ് ഇൻസൈറ്റ്, അതായത് ക്യാമറ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള 30 സെക്കൻഡ് ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബെറ്റർ ബാറ്ററി ബാക്കപ്പ്, കൂടുതൽ ബാറ്ററി ഉണ്ട്. 1720 mAh ആണ് ഇതിൻ്റെ ബാറ്ററി സൈസ്. 1.5 മണിക്കൂറിന് മേലെയുള്ള വീഡിയോസ് അറ്റ് ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റും. 5K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് Hero 9. Hero 8 4K വരെയുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്യാമറ സെൻസർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് Hero 9 പിന്നെ ഒരു ഡ്രോബാക്ക് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞിരുന്നു, ഹീറ്റ് ആവുന്നുണ്ട് ക്യാമറ അത്യാവശ്യം. 4Kയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിലൂടെ ശരിയാവുന്നതാണ്, അത് ഉറപ്പ് പറയുന്നില്ല. എന്നാലും ഇപ്പോൾ കറൻ്റ് ഉള്ള ഡ്രോബാക്കുകളൊന്നും തോന്നിയത് അതാണ്. എൻ്റെ ഉള്ളത് Hero 7 ആണ്. Hero 8 ആയിട്ടുള്ള കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് Hero 7ഉം 9ഉം വെച്ച് കമ്പാരിസൺ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു Hero 9ൻ്റെ വീഡിയോ ചെയ്തേക്കുന്നത്. എൻ്റെ ആവശ്യത്തിന് Hero 7 തന്നെ ധാരാളം. പിന്നെ ഞാൻ കൂട്ടുകാരനോട് റെക്കമെൻഡ് ചെയ്ത് Hero 9 എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടി ബെറ്റർ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. Hero 7 അതിൽ 23,000 24,000 25,000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അതിനേക്കാൾ ഒരു 12,000 രൂപയുടെ എക്സ്ട്രാ ഇതിനാണ് അവൻ ഈ Hero 9 ബ്ലാക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് Hero 9ഓ Hero 8ഓ Hero 7ഓ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മൂന്നിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആമസോണിലാണ് ഇപ്പോൾ കറന്റ് ഇതിന് മൂന്നിനും വിലക്കുറവായിട്ട് കാണുന്നത്. ആമസോൺ ICICI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 5% ആമസോൺ പേയിലേക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് തിരിച്ചു വരുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ആക്കി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെ അൺബോക്സിങ്, റിവാർഡ്, ടെക് ടിപ്സിൻ്റെ ഒക്കെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.